മണം അടിക്കുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു വാവ്. സീഡ് വളരെ കനം കുറവാണ് അതിൻ്റെ. ഓക്കെ വാവ്, ശരിയാണ്. സീഡ് കുറവാന്ന് പറഞ്ഞത് ഇത് കുറച്ചും കൂടി മുകളിൽ നിന്ന് ചെത്തി താഴേന്ന് ചെത്തിട്ട് മൊത്തം ഫ്ലഷ് എടുക്കുന്നത്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 11 വർഷത്തിന് ശേഷം കാഴ്ച ഒരു മാവാട്ടോ. ദാ ഈ നിൽക്കുന്നു. അപ്പൊ ആരെയാന്ന് ചോദിച്ചാല് അൻവർ ചേട്ടന്റെ കേട്ടോ. ഓക്കെ, ഇതിന്റെ പേരൊക്കെ എന്താ പറയാ, ഈ മാവിന്റെ പേരൊക്കെ പറയാം? ഇതിന്റെ പേര് ആക്ച്വലി ഇതിന്റെ പേര് പടവലൻ മാവ് എന്നാണ് പറയുന്നത്. ഇത് സ്വപ്നചിത്ര കൊരട്ടിൽ നിന്ന് വാങ്ങിയ ഒരു മാവാണ്. ഇത് 14 വർഷം അല്ല, ഏകദേശം 2014 ഇത് നട്ടത്. ഇപ്പോൾ 11 വർഷമായി. 11 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കായ്ച്ച ഒരു മാവാണ്. അപ്പോൾ ഇതിന് ഈ പടവലങ്ങയുടെ പോലെ നീളം ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിന് പടവലൻ മാവ് എന്ന് പറയുന്നത്. ഇതിലും താഴത്തേക്ക് നീളം വെക്കും. ഏകദേശം ഇത് തന്നെ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്ലഷ് കൂടുതലായിരിക്കും, സീഡ് വളരെ കനം കുറഞ്ഞതായിരിക്കും. ഇങ്ങനെ നീളത്തിലുള്ളതുകൊണ്ട് പടവലൻ എന്ന് നഴ്സറിക്കാർ വെച്ച ഒരു പേരാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണിത്. നല്ല 11 വർഷത്തിന് ശേഷമാണ് ഉണ്ടായത് എങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ്. പിന്നെ സീഡ് ഫ്ലഷ് കൂടുതലാണ്, അപ്പോൾ കഴിക്കാനും ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ലേറ്റ് ആകാൻ കാരണം എന്താ? ആക്ച്വലി ഇത് 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷെ ഞാൻ ഫോഴ്സിലായതുകൊണ്ട് ഇതിനെ പരിപാലിക്കാനുള്ള ആ സൗകര്യം ശരിയായ രീതിയിൽ പരിപാലനം കിട്ടി കാണില്ല. അതുകൊണ്ടായിരിക്കും 2014 നട്ടതെങ്കിലും നല്ല രീതിയിൽ പരിപാലനം ഇല്ലാത്തത് കൊണ്ടാണ് 11 വർഷത്തിന് ശേഷം ഉണ്ടായത്. അല്ലെങ്കിൽ സാധാരണ ബഡ് മാവുകളൊക്കെ 3 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ 11 വർഷത്തിനാണ് ശേഷമാണ് ഉണ്ടായത് എങ്കിലും നമുക്ക് ഒരു സങ്കടമില്ല, കാരണം ഇത് വളരെ ടേസ്റ്റായ ഒരു മാങ്ങയാണ്. നമ്മുടെ അധ്വാനം ഒരിക്കലും വിഫലമായില്ല അല്ലേ? ഓക്കെ, കട്ട് ചെയ്യട്ടെ ഒന്ന്. ഓക്കെ, കട്ട് ചെയ്തോ. നോക്കി കട്ട് ചെയ്യണം, കൈ മുറിയാതെ. മണം അടിക്കുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു വാവ്. സീഡ് വളരെ കനം കുറവാണ് അതിൻ്റെ. ഓക്കെ, കണ്ണത്തിനൊക്കെ വരില്ലേ? സീഡ് വളരെ കനം കുറവാണ്. അത് മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഓർമ്മ എടുത്ത് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു, ടേസ്റ്റ് റിവ്യൂ പറയാം എന്നിട്ട്. അപ്പം ടേസ്റ്റ് പറയാട്ടാ. സൂപ്പർ, അടിപൊളിയോ. ഇതുപോലെ വളരെ സ്മൂത്തായ ഫ്ലഷ് ആണ്, അങ്ങനെ നാരില്ല, മാംസം കൂടുതലാണ്. ഫ്ലഷ് വളരെ കൂടുതലാണ്. സീഡ് വളരെ കുറവാണ്. സീഡ് ഇതിന് താഴത്തേക്ക് ഇനിയും ഉണ്ട്. മുകളിൽ നിന്ന് മാത്രം കട്ട് ചെയ്തെടുത്തുള്ളൂ, താഴത്തേക്ക് ഇനിയുണ്ട്. താഴത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കുറച്ചും കൂടി ഫ്ലഷ് കൂടുതലുണ്ട് അവിടെ. ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ മാങ്ങ? ഇല്ല, ടേസ്റ്റ് ചെയ്തിട്ടില്ല. വലിയൊരു മാങ്ങ വേണമെന്ന ആഗ്രഹത്താൽ ഞാൻ നഴ്സറി ചോദിച്ചപ്പോൾ അവർ തന്നതാണിത്. പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു 800 ഗ്രാമിൽ കൂടുതലുണ്ട് എന്തായാലും. ഈ തവണ ഇതിപ്പോ ആദ്യമായിട്ട് കഴിച്ചത് അല്ല, പക്ഷെ ഇതിനു മുമ്പ് ഒരെണ്ണം ഉണ്ടായി വീണായിരുന്നു. ഇതും ഇന്ന് ഞങ്ങൾ വന്നപ്പോ വീണതല്ലേ? യാദൃശ്ചികമായിട്ട് നിങ്ങൾ വന്നപ്പോ വീണതാണ്. താഴേന്ന് ശരിക്കും കട്ട് ചെയ്യണം. ശരിയാണ്, സീഡ് കുറവാന്ന് പറഞ്ഞത്. ഇത് കുറച്ചും കൂടി മുകളിൽ നിന്ന് ചെത്തി താഴേന്ന് ചെത്തിട്ട് മൊത്തം ഫ്ലഷ് എടുക്കുന്നത്. സീഡുണ്ടോ? ഞാൻ ചെത്തിയപ്പോഴേ കുറച്ച് ഫ്ലഷ് വിട്ടുപോയി. അപ്പൊ പക്ഷെ ഇതാണ് കറക്റ്റ് ആ ഒരു കട്ടിങ്. ഇതുണ്ടോ, എന്നാലും വർത്തിയാണ് ഇത് വാങ്ങി വെക്കുന്നത്. ഒരു മാവ് വാങ്ങി വെക്കാൻ ഉദ്ദേശമുണ്ട് എങ്കിൽ ഇത് വാങ്ങി വെച്ചാലും നല്ലതാണ്, ടേസ്റ്റിയാണ്. പിന്നെ ഇതൊരു വെറൈറ്റിയാണ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നില്ല. സീഡ് പുറത്തേക്ക് എടുക്കാം. സീഡ് നമുക്ക് കാണാട്ടോ. ഇവിടെ ഒട്ടും കട്ടിയില്ലാത്ത അല്ലേ, കുറച്ചില്ല സീഡ് കണ്ടോ. സിനോപ്പിയ ചെത്തി എടുത്തപ്പോൾ കുറച്ച് ഫ്ലഷ് മുകളിൽ വിട്ടു. സീഡ് ഇത്ര ഉള്ളൂ, ഈ കാണുന്നതാണ് സീഡ്. നമ്മള് വിചാരിക്കും വളരെ ബ്ലേഡിന്റെ കനമുള്ള സീഡാണ്. ഇത്രേ ഉള്ളൂ. അതെ, നമ്മള് വിചാരിക്കും സീഡ് ഒത്തിരി വലുതായിരിക്കുന്നു, പക്ഷെ അത് നോക്കി ഇതിന്റെ ഇത്രേ ഉള്ളൂ. പക്ഷെ ഉണ്ടല്ല, മാംസം കൂടുതലതിന്റെ. ഇതടാ, സൂപ്പർ, അടിപൊളി. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതൊരു മാവ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാങ്ങയൊക്കെ തിന്നാൻ പറ്റും. അതെ അതെ, ഒരു മാവ് ഉള്ളൂ എങ്കിലും ഇത് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാണ്, കാണാൻ ഭംഗിയുള്ള ഒരു മാങ്ങയും ആണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആയ ഒരു മാങ്ങയും കിട്ടും. നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ 3-4 വർഷം കൊണ്ട് കായ്ക്കും. നമുക്ക് പച്ചക്ക് പുളിയായിരിക്കും. വേണ്ട വേണ്ട വേണ്ട.
ചെരുവി എങ്ങനെയുണ്ട്?